ചാറ്റ് ജി പി ടിയുടെ ഫൗണ്ടേഷൻ എന്താന്ന് ചോദിച്ചാൽ അത് ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചർ ആണ്. അതിനെ ട്രാൻസ്ഫോമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ ഡീപ്പ് ലേണിംഗ് ആണ്, ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചർ ആണ്, അതിനെ ട്രാൻസ്ഫോമേഴ്സ് എന്ന് വിളിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമേഴ്സ് എന്താണ് സിഗ്നിഫിക്കൻ? അപ്പോ ട്രാൻസ്ഫോമേഴ്സ് ആണ് പുതിയ മോഡേൺ AI ബൂമിന്റെ ബാക്ക് ബോൺ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, it is powerful capabilities in processing language and making predictions. ആ പ്രഡിക്ഷന്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അടുത്ത ഏത് വാക്കാണ് വരാൻ പോകുന്നത് എന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. പിന്നെ ഒരു ലാംഗ്വേജ് മോഡലിന്റെ ഒരു സെക്കൻഡ്. ഹലോ. അപ്പോ ഇത് ബേസിക് ഗോൾ എന്താണ് ലാംഗ്വേജ് മോഡലിന്റെ? അപ്പൊ അതിന്റെ നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യാന്നുള്ളതാണ് ആ കണ്ടക്സ്റ്റില്. അതാണ് ലാംഗ്വേജ് മോഡലിന്റെ ബേസിക് ഗോൾ. അത് ഓക്കെ ആണല്ലോ അല്ലേ? ഹലോ, ഹലോ കേൾക്കാലോ അല്ലേ? ഞാൻ പറയുന്നത് വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ നമ്മളൊരു ന്യൂമറിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോവുക. ഈ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ വാക്കിനൊക്കെ? ഇത് ഓരോ വാക്കിനോരോ കുറെ നമ്പർ കൊടുക്കുക അല്ല ചെയ്യുന്ന അതിനകത്തുനിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ഒക്കെ അതേ മീനിങ്ങിലുള്ള വാക്കുകൾ കിട്ടും. അങ്ങനെയാണ് ആ നമ്പർ, ആ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ നടത്തുന്നത്. ഓക്കെ, ഹലോ. ഞാന് ഇവിടെ ഒരു ഉദാഹരണം പറയാം. കിങ് എന്ന് പറയുമ്പോൾ ആ ആൾക്ക് അതോറിറ്റി ഉണ്ട്. കിങ് ആയതുകൊണ്ട് അയാളുടെ ജെൻഡർ മെയിലാണ്. കിങ് സ്വാഭാവികമായും റിച്ച് ആയിരിക്കും. അപ്പോ നമ്മൾ അതോറിറ്റി 1, ജെൻഡർ 1, റിച്ച്നെസ് 1, അങ്ങനെ 3 കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മാൻ
മാൻ കുറച്ച് മാന് കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് കുറച്ച് വിമൺ കൂട്ടിയാൽ ക്യൂൻ കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായി. ആ ഒരു ഐഡിയ പിടികിട്ടി അല്ലേ? അപ്പോ നമുക്ക് ചില വാക്കുകൾ കൂട്ടിയും കുറച്ചും ഒക്കെ ആ കറക്റ്റ് മീനിങ് കിട്ടുന്ന ഒരു വേർഡിലേക്ക് ചാടാൻ പറ്റുന്ന വിധത്തിലുള്ള ന്യൂമറിക് റെപ്രസെന്റേഷൻ. ഓക്കെ, അതായത് കിങ് നമ്മൾ വണ്ണ കൊടുക്കുമ്പോ മാൻ എന്ന് പറയുമ്പോ അത് റിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനകത്തെ മാൻ 1 എടുത്ത് മാറ്റിയിട്ട് ആ ജെൻഡർ മാറ്റിയിട്ട് വിമന്റെ ജെൻഡർ -1 വല്ലതും കൊടുത്താൽ ആ 1 - 1 എന്ന് പറയുന്ന ക്യൂനായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അരിത്തമാറ്റിക് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന മെഷീൻ ലീഡിങ്ങിൽ ചെയ്യുന്ന റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ ഒരു ആ ഐഡിയ കിട്ടിയാൽ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ എന്താണെന്ന് കിട്ടിയല്ലേ? അപ്പം മെഷീൻ ലേണിംഗ് മോഡൽസ് അണ്ടർസ്റ്റാൻഡ് നമ്പേഴ്സ് നോട്ട് ടെക്സ്റ്റ്, സോ വേർഡ്സ് മസ്റ്റ് ബി represented numerically. അപ്പോ ബൈ യൂസിങ് വെക്ടേഴ്സ്, ആ വെക്ടർ വെച്ചിട്ട്, വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു റോയോ ഒരു കോളോ ഉള്ള ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ അല്ലേ? അങ്ങനെയല്ലേ വെക്ടർ എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ അതോറിറ്റി, ജെൻഡർ, റിച്ച്നെസ്സിനൊക്കെ ഓരോ വാല്യൂ കൊടുക്കും. ആ വാല്യൂല് മാന്റെ വാല്യൂ കുറയ്ക്കുകയോ വിമന്റെ വാല്യൂ കൂട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യൂൻ കിട്ടും. അങ്ങനെ ഒരു മാത്തമാറ്റിക്സ് അവിടെ പോസിബിൾ ആണ്, അങ്ങനെ ഒരു ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ പോസിബിൾ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പൊ പറയുന്ന ഒരു ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ. ഇനി നമ്മൾ അഡ്വാൻസ് ചെയ്യാണ്. വാട്ട് ആർ സ്റ്റാറ്റിക് എംബഡിംഗ്? Static embeddings are fixed numerical representation of words, like those created by word2vec or globe. അവിടെ ആ റെപ്രസെന്റേഷൻ ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റാറ്റിക് എംബഡിങ്ങിന് നമ്മൾ ചെയ്തത് സ്റ്റാറ്റിക് എംബഡിങ് അല്ല. word2vec ഗ്ലോവിൽ ഉള്ളത് ഒരു ഫിക്സ്ഡ് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വേർഡ്സ് ആണ്. നമ്മൾ പറഞ്ഞത് കണ്ടക്സ്റ്റ് സ്പെസിഫിക് മീനിങ് ഉള്ള രീതിയാ. ഓക്കെ, അപ്പോ സ്റ്റാറ്റിക് എംബഡിങ് ക്യാപ്ചർ ചെയ്യില്ല കണ്ടക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ്. ആ കണ്ടക്സ്റ്റ് സ്പെസിഫിക് അല്ല, ആ സ്റ്റാറ്റിക് എംബഡിങ്ങിൻ്റെതാണ് word2vec ഗ്ലോവും ഒക്കെ ചെയ്യുന്നത്. അതേസമയം കണ്ടക്ച്വൽ എംബഡിങ്ങിൽ dynamically adjust word representation based on surrounding words. Okay. അപ്പോ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, how does contextual embedding improve prediction ചോദിച്ചു കഴിഞ്ഞാൽ, അത് it refines word meaning in context, enabling better prediction of subsequent words. അതാണ് contextual embeddingും static എംബഡിങ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറിൽ 2 മെയിൻ കമ്പോണൻസ് ഉണ്ട്, എൻകോഡറും ഡീകോഡറും. ഓക്കെ, ഒരു ചാറ്റ് ജിപിടിയുടെ ഒരു ആർക്കിടെക്ചർ നോക്കാം. അതിന്റെ ആർക്കിടെക്ചർ നോക്കിയാല് ഞാൻ ഈ സ്ക്രീൻ എടുക്കുമ്പോ കാണാമല്ലോ അല്ലെ? കാണാം.
നമുക്ക് അതിന്റെ ഒരു ഇമേജ് നോക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സാധനം ഞാൻ സെലക്ട് ചെയ്തത് കണ്ടല്ലോ അല്ലെ? കണ്ടു. ഇത് ഞാൻ ഇതിനെ കോപ്പി ലിങ്ക് അഡ്രസ് ആ ചാറ്റിൽ പേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഓക്കെ, ഞാനത് ആ ലിങ്ക് ഭയങ്കര നീളമുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനത് അതിന്റെ ലിങ്ക് കൊടുത്തതാണ്. ഓക്കെ, അതായത് ഇതിനകത്ത് സോഫ്റ്റ് മാക്സ് ഉണ്ട്, ലീനിയർ ഉണ്ട്, ആഡ് ആൻഡ് നോം ഉണ്ട്. ഇതിനകത്ത് എൻകോഡർ, ഡീകോഡർ, എൻകോഡിംഗ് ഇല്ല. പൊസിഷണൽ എൻകോഡിംഗ് ആണ്. ഇൻപുട്ട് എംബഡിംഗ്, ഔട്ട്പുട്ട് എംബഡിംഗ്, പൊസിഷണൽ എൻകോഡിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കത് അല്ലെങ്കിൽ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഒരു പടം നമുക്ക് എടുക്കാം. ഓക്കെ, എനിവേ ഇവിടെ ഒരു എൻകോഡറും ഡീകോഡറും ഉണ്ട്. അപ്പോ എൻകോഡർ ചെയ്യുന്നത് ഇൻപുട്ട് സെന്റൻസ് ടു ജനറേറ്റ് കണ്ടക്ച്വൽ എംബഡിംഗ്. ഓക്കെ, ആ കണ്ടക്ച്വൽ എംബഡിംഗ് അല്ലെങ്കിൽ കണ്ടക്സിന് പറ്റിയ വാക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഇൻപുട്ട് ആണ് ഈ എൻകോഡർ പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ദി എൻകോഡർ പ്രോസസ് ഇൻപുട്ട് സെന്റൻസ് ടു ജനറേറ്റ് കണ്ടക്ച്വൽ എംബഡിംഗ്. ഡീകോഡർ അത് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യും നെക്സ്റ്റ് വേർഡ് ഓർ ട്രാൻസ്ലേറ്റ് സെന്റൻസ് യൂസിങ് കണ്ടക്ച്വൽ എംബഡിംഗ്. ഓക്കെ, അപ്പൊ എൻകോഡറിനെ കുറിച്ചും ഡീകോഡറിനെ കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടി. ഞാൻ ആ കറക്റ്റ് ഈ ഡയഗ്രം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കറക്റ്റ് ഡയഗ്രം നോക്കാം. ഓക്കെ, നമ്മൾ ഇനി GPT ബർട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കാം. GPT യൂസസ് അതുകൊണ്ടാണ് നമ്മള് ചാറ്റ് GPT അടിച്ചു കൊടുത്തത് അല്ലെ? അതിനകത്ത് ഡീകോഡർ മാത്രമേ ഉള്ളൂ. ബർട്ടിലാണ് എൻകോഡർ ഉള്ളത്. അപ്പോ GPTയില് ഡീകോഡർ ഉണ്ട്, ബർട്ടിൽ എൻകോഡർ ഉണ്ട്. ഇനിയൊരു വാക്കാണ് അറ്റൻഷൻ മെക്കാനിസം. ഇറ്റ് കമ്പ്യൂട്ട്സ് ദ റെലവൻസ് ഓഫ് ഈച്ച് വേർഡ് ഇൻ എ സെന്റൻസ് ടു എവരി അതർ വേർഡ്. ഈ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടായിരുന്നു അല്ലെ? കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടില്ലായിരുന്നു? അതായത് കിങ്, മാന്, വിമണ്. സ്റ്റാറ്റിക്. അല്ല, അത് സ്റ്റാറ്റിക് അല്ല, അത് കണ്ടക്ച്വൽ. സ്റ്റാറ്റിക് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു അത് സ്റ്റാറ്റിക് അല്ല. കണ്ടക്ച്വലി നമ്മൾ വേർഡ് മീനിങ് അനുസരിച്ച് പഠിക്കുന്നല്ലേ? ഇത് മീനിങ് അനുസരിച്ചാണല്ലോ. ആ വെക്ടറിലെ നമ്പർ കൊടുക്കുന്നത് അത് കണ്ടക്ച്വൽ, അത് മീനിങ് ഫുൾ ആണ്. അപ്പൊ സ്റ്റാറ്റിക്കിനകത്തല്ലേ നമ്മൾ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ വരുന്നു? അല്ലല്ല, ന്യൂമറിക്കല് എല്ലാത്തിനും കുറെ നമ്പറുകൾ കൊടുത്താ നമുക്ക് അതിൽ നിന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത ആ ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് അതിനടുത്ത് വരുന്ന മീനിങ്ങുകളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മളിപ്പോ 2-3 വേരിയബിൾ വെച്ചിട്ട് ആണ് പറഞ്ഞത്.
ഏതാണ്ട് ഓക്കെ ബില്യൺ പാരാമീറ്റേഴ്സ് ഞാനിപ്പോ പറഞ്ഞപ്പോ 2-3 എണ്ണമല്ലേ പറഞ്ഞുള്ളൂ. അതോറിറ്റി, ഉം. ജെൻഡർ, റിച്ച്നെസ്, ഓ ഉം. ഏതാണ്ട് ബില്യൺ പാരാമീറ്റേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുന്നത്. ആ നമുക്ക് ആ ബില്യൺ പാരാമീറ്റേഴ്സ് വെച്ച് ചെക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് 2-3 വെച്ച് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് അത് ബില്യൺ പാരാമീറ്റേഴ്സ് അങ്ങനെ എന്തോ അതിന്റെ സംഭവം, അത് കണക്കി അത് ആ കണ്ടക്സ്റ്റ് എടുക്കുന്നത്. അപ്പോ ഉം. ആ റിലവൻസ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഓരോ വാക്കിന്റെയും ഓരോ സെന്റൻസിലെയും അതാണ് അറ്റൻഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് sentence to every other word. Okay. it computes the relevance of each word in a sentence to every other word. ഓക്കെ, Okay, okay. ഇനിയും എങ്ങനെയാണ് ഈ അറ്റൻഷൻ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? By taking the dot product of the query and the key vectors of words. ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദ ക്വറിയും അതിന്റെ കീ വെക്ടേഴ്സും വെച്ചിട്ടാണ് ഈ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊരു മാത്തമാറ്റിക്കൽ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോലെ ഒരു പരിപാടിയാണ്. ഓക്കെ, ഞാൻ അതിന്റെ ഉദാഹരണം, ആ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു വെക്ടർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ അല്ലേ. അപ്പോ മറ്റേ റോവും കോളും മൾട്ടിപ്ലൈ അങ്ങനെയല്ലേ, അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ കാൽക്കുലേഷന്റെ എക്സാമ്പിൾ തരാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൾട്ടി-ഹെഡ് അറ്റൻഷൻ? To allow the model to focus on multiple aspects of context. അപ്പോ നമ്മൾ ഇവിടെ വേർഡ് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന്റെ അഡ്ജക്റ്റീവ്സ് വെച്ച് നമുക്ക് അറ്റൻഷൻ മെക്കാനിസം ഉണ്ടാക്കാം. വെർബ് വെച്ചിട്ട്, സെമാറ്റിക് മീനിങ് വെച്ചിട്ട്, അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് അറ്റൻഷൻ ഉണ്ടാക്കാം. ഇനി നമ്മൾ അതിന്റെ ട്രെയിനിങ്ങും ഇൻഫറൻസും നോക്കുക. What happens during training? The model learns by minimizing the error between predicted and actual outputs using the back propagation. Okay, back propagation നമ്മൾ ഡേറ്റാ സ്ട്രക്ചറിൽ ഒക്കെ പഠിക്കാറുണ്ടല്ലേ. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം തിരിച്ച് പഴയ സ്റ്റേറ്റ് അല്ല, ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയാ നടന്നതെന്ന് തിരിഞ്ഞ് ആലോചിക്കുന്നതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഓക്കെ, നമ്മള് ഇപ്പോ 2, 3 കൂടെ കൂട്ടി 5 കിട്ടി, അത് ബാക്ക് പ്രൊപ്പഗേഷൻ അല്ല. 5 കിട്ടാൻ വേണ്ടി എന്തൊക്കെ കൂട്ടി എന്നുള്ളതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. അപ്പോ ഈ മോഡല് മിനിമൈസിംഗ് ദി എറർ ബിറ്റ്വീൻ പ്രെഡിക്റ്റഡ് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് യൂസിങ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം. ഓക്കെ, നമ്മൾ ശരിക്കും നിഗമനത്തിൽ എത്തിച്ചേരുന്നേ ഉള്ളൂ. ആക്ച്വൽ ആകണോ നിർബന്ധമൊന്നുമില്ല അപ്പോഴും, അല്ലെ. ഇങ്ങനെ ആകാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മിക്കവാറും ആകും, പക്ഷെ എന്നാലും ഉറപ്പില്ല. ഓക്കെ, അങ്ങനെയല്ല വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മള് ഒരു ഫിലിമിന്റെ വേർഡ് ടൈപ്പ് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് മൂവി എന്ന് വന്നു. അത് ആ ഇൻഫറൻസ് കറക്റ്റാ. ചിലപ്പോൾ നമ്മൾ മൂവി തന്നെ തപ്പുന്നതെങ്കിൽ ആ ഇൻഫറൻസ് കറക്റ്റാ, അല്ലേ. യെസ്, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. ഇൻഫറൻസ് ഈസ് വെൻ ദ ട്രെയിൻഡ് മോഡൽ ഈസ് യൂസ്ഡ് ടു മേക്ക് predictions or perform tasks. ഓക്കെ, അതിനെയാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഈ ടോക്കൺസ് ആൻഡ് വൊക്കാബുലറി. ടോക്കൺ നമുക്കറിയാം, ഒരു ടെക്സ്റ്റില് സബ് യൂണിറ്റ് ആണ്. നമുക്കൊരു വാക്കായിട്ട് ഒരു സെന്റൻസിലെ ഒരു വേർഡായിട്ട് നമുക്ക്
വേണമെങ്കിൽ പറയാം ഒരു ടോക്കൺ എന്ന് പറഞ്ഞു. ഇവിടെ വേർഡോ പാർട്ട് ഓഫ് വേർഡ് എന്ന് പറയുന്നുണ്ട്. അതിന് താഴെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പ്ലേയിങ്. പ്ലേയിങ് എന്ന് പറയുന്ന ഒറ്റ വാക്കാണെങ്കിൽ ഇവിടെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ടോക്കൺ ആക്കിയിട്ടുണ്ട്. പ്ലേയും ING. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കുന്നത് പൊസിഷണൽ എംബഡിങ് ആണ്. They encode the order of words in a sequence since transformers process inputs in parallel. അപ്പോ ഈ ഇൻപുട്സ് പ്രോസസ് ചെയ്യുന്നത് പാരലൽ ആയതുകൊണ്ട് വേർഡിന്റെ ഓർഡർ സീക്വൻസിലാണ് വരുന്നത്. ഓക്കെ, വാട്ട് ആർ ദ കീ മെട്രിസസ് ഇൻ അറ്റൻഷൻ കമ്പ്യൂട്ടേഷൻ? അപ്പൊ ആ മെട്രിസസ് ഏതൊക്കെയാന്നാ ചോദിക്കുന്നത്. ഈ WQ, WK, WV അതൊരു ആ വേരിയബിൾസിന് കൊടുക്കുന്ന പേരാണ്, അല്ലാതെ എന്തെങ്കിലും പ്രത്യേക മീനിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് ക്യൂറിയെ കമ്പ്യൂട്ട് ചെയ്യുന്നത്, കീസിനെ എടുക്കുന്നത്, വാല്യൂസ് എടുക്കുന്നത്. ഓക്കെ, WQ, WK, WV. അടുത്തത് ഈ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്കിന്റെ പർപ്പസ് എന്താ? അത് നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് കണ്ടക്ച്വൽ എംബഡിങ്ങിനെ റിഫൈൻ ചെയ്യും. ഓക്കെ, നോൺ ലീനിയർ ആണ്, നോൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. പിന്നെ വൈ ആർ റെസിഡ്യുവൽ കണക്ഷൻസ് യൂസ്? അത് ഒരു സ്മൂത്ത് ഗ്രേഡിയൻ ഫ്ലോ ഡ്യൂറിങ് ട്രെയിനിങ്, അതാണ് റെസിഡ്യുവൽ കണക്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിന്റെ ആപ്ലിക്കേഷൻസ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, സമ്മറൈസേഷൻ, ടെക്സ്റ്റ് ജനറേഷൻ ആൻഡ് മോർ. ChatGPT എന്താണ് ചെയ്യുന്നത് അതൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ്. എങ്ങനെയാണ് ആ ട്രാൻസ്ലേഷൻ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? ബൈ യൂസിങ് ക്രോസ് അറ്റൻഷൻ. വേറെ നമ്മളൊരു ക്രോസ് അറ്റൻഷൻ പറഞ്ഞായിരുന്നു അല്ലെ? അഡ്ജക്റ്റീവും വെർബും എല്ലാം അങ്ങനെയല്ലേ? ക്രോസ് അറ്റൻഷൻ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞല്ലേ? ക്രോസ് അറ്റൻഷൻ നോക്കാം. മൾട്ടി-ഹെഡ് അറ്റൻഷൻ, വൈ ഇറ്റ് ഈസ് എസെൻഷ്യൽ? മൾട്ടി-ഹെഡ് അറ്റൻഷൻ നമ്മൾ പറഞ്ഞു. ബൈ യൂസിങ് ക്രോസ് അറ്റൻഷൻ വേർ ദ ക്വറി കംസ് ഫ്രം. മൾട്ടി-ഹെഡ് അറ്റൻഷൻ താഴെ പറയുന്നുണ്ട്. ക്രോസ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ ടാർഗറ്റഡ് ലാംഗ്വേജിൽ നിന്ന് ക്വറി വരും, അതിന്റെ കീസും വാല്യൂസും ഫ്രം ദ സോഴ്സ് ലാംഗ്വേജ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്, സോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്. അപ്പോ ആ ഇംഗ്ലീഷിൽ നിന്നാണ് ക്വറി വരുന്നത്. വേറെ ക്വറി കംസ് ഫ്രം ടാർഗറ്റ് ലാംഗ്വേജ്. അതിന്റെ കീ വാല്യൂസ് എല്ലാം പറയുന്നത് സോഴ്സിൽ നിന്നാണ്. അപ്പൊ മലയാളത്തിൽ നിന്ന് ക്വറി വരും, കീയും വാല്യൂസും ഉള്ളത് ഇംഗ്ലീഷിലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കും. ഹലോ 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 ഹലോ, കേൾക്കാലോ അല്ലെ? Multi-head attention uses multiple attention mechanism to capture various aspects of relationship between words. നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പറഞ്ഞതാണ്. How is training data prepared for transformers? ആ ട്രെയിനിങ് ഡേറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? സെൽഫ് സൂപ്പർവൈസ്ഡ് മെത്തേഡ്സ് ആണ്
അപ്പൊ അവിടെ ആ പേഡ് ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പെയർ ചെയ്ത് കൊടുക്കും. വേർ ഇൻപുട്ട് സെന്റൻസ് ആൻഡ് their നെക്സ്റ്റ് വേർഡ്സ് ആർ പെയർഡ് ഓട്ടോമാറ്റിക്. ഇവിടെ ഒരു സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ട പടത്തിലെ ഏറ്റവും ടോപ്പിലുള്ള സോഫ്റ്റ് മാക്സ് ആണ് കിടക്കുന്നത്. ഏറ്റവും ടോപ്പിലുള്ള കമ്പോണന്റ് സോഫ്റ്റ് മാക്സ്. അപ്പോ ആ അറ്റൻഷനെ നോർമലൈസ് ചെയ്യുന്ന, അറ്റൻഷൻ സ്കോർസിനെ നോർമലൈസ് ചെയ്യുന്നതാണ് അതിന്റെ പ്രോബബിലിറ്റീസിലേക്ക് മാറ്റുകയാണ് സോഫ്റ്റ് മാക്സ് ചെയ്യുന്നത്. അപ്പോ to normalize attention scores into probabilities. സാധ്യതകളിലേക്ക് അറ്റൻഷൻ സ്കോറിനെ അതിന്റെ സാധ്യതകളിലേക്ക് നോർമലൈസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് മാക്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നമ്മൾ ആ പടത്തിൽ കണ്ട വേറെ ഒന്നുണ്ട്, ലെയർ നോർമലൈസേഷൻ അല്ലേ? ആ പടത്തില് ലെയർ നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളും ഉണ്ട്. ടു സ്റ്റെബിലൈസ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ് ഗ്രേഡിയൻ ഫ്ലോ ഡ്യൂറിംഗ് ട്രെയിനിങ്. കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ് ലെയർ നോർമലൈസേഷൻ. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പില് ഒരു റോഡ് കണ്ടുപിടിച്ചു, റൂട്ട് പറഞ്ഞു, ആ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുന്ന ആള് ഓക്കെ ആണെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഗ്രേഡിയന്റ്, ഇംപ്രൂവ് ഗ്രേഡിയൻ ഫ്ലോ ആണ് നടക്കുന്നത്. ലേണിംഗ് ആൻഡ് ഇംപ്രൂവ് ഗ്രേഡിയൻ ഫ്ലോ ഡ്യൂറിംഗ്. പിന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ ആണ് പറയുന്നത്. ഇറ്റ് അഡ്ജസ്റ്റ് മോഡൽ വെയ്റ്റ്സ് ബൈ പ്രൊപ്പഗേറ്റിംഗ് എറേഴ്സ് ബാക്ക്വേർഡ് ത്രൂ ദി നെറ്റ്വർക്ക്. അപ്പൊ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ബാക്ക് പ്രൊപ്പഗേഷനിൽ അത് ശരിയാകുന്നില്ലെങ്കിൽ ആ വെയിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അത് കുറച്ചുകൂടെ കറക്റ്റ് ആക്കാൻ നോക്കും. വാട്ട് ഈസ് ദ ഡയമെൻഷനാലിറ്റി ഓഫ് GPT-യുടെ ഡയമെൻഷനാലിറ്റി 12288 ആണ്. അതായത് നമ്മളൊരു ചെറിയ കിങ്ങിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ അത് വളരെ ചെറുതാണ്. പക്ഷെ ഞാൻ അവിടെ 3 ഡയമെൻഷനാ പറഞ്ഞു. 1 അതോറിറ്റി, 2 ജെൻഡർ, 3 റിച്ച്നെസ്. 3 ഡയമെൻഷനാലിറ്റിയാ. ശരിക്കും GPT-യുടെ ഡയമെൻഷനാലിറ്റി 12288 ആണ്. ആ ജെമിനയുടെയോ മറ്റോ ആണെന്ന് തോന്നുന്നു ബില്യൺ പാരാമീറ്റേഴ്സ് ഉള്ളത്. ചാറ്റ് GPT-ക്ക് 12288. What are the benefits of residual connection deep learning? They prevent vanishing gradients and help propagate information through layers. അപ്പൊ ആ വാനിഷിംഗ് ഗ്രേഡിയൻസിനെ പ്രിവെന്റ് ചെയ്യും. ലേയേഴ്സിൽ കൂടെ പുതിയ ഇൻഫർമേഷൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യും. പിന്നെ അത് സീക്വൻഷ്യലായിട്ട് അത് പ്രോസസ് ചെയ്യുന്നത് സ്പീഡപ്പ് ചെയ്യണം. സ്പീഡ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ആൻഡ് ലോങ്ങർ ഇൻപുട്ട് സീക്വൻസ് എഫിഷ്യൻസി. നമ്മൾ സെൽഫ് അറ്റൻഷനും ക്രോസ് അറ്റൻഷനും അത് നമ്മൾ രണ്ടും നേരത്തെ പറഞ്ഞിരുന്നു. സെൽഫ് അറ്റൻഷൻ റിലേറ്റ്സ് പാർട്ട് ഓഫ് ദ സെയിം സീക്വൻസ്. ക്രോസ് അറ്റൻഷൻ ഒരു സീക്വൻസും മറ്റ് സീക്വൻസും തമ്മിലുള്ള ബന്ധമാണ് നോക്കും. സെൽഫ് അറ്റൻഷനിൽ ഒരു സീക്വൻസിൽ തന്നെയുള്ള ബന്ധങ്ങൾ നോക്കുമ്പോൾ ക്രോസ് അറ്റൻഷനിൽ ഒരു സെന്റൻസ്, ഒരു സീക്വൻസും അടുത്ത സീക്വൻസും തമ്മിലുള്ള റിലേഷനാണ് നോക്കുന്നത്. ഈ ട്രാൻസ്ഫോമേഴ്സ് ഹാൻഡിൽ പൊസിഷണൽ ഇൻഫർമേഷൻ by adding positional embedding to token embeddings. അപ്പോ
പൊസിഷണൽ എംബഡിങ്സ് ആഡ് ചെയ്യാനായിട്ട് ടോക്കൺ എംബഡിങ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മൾട്ടി ലെയർ ആർക്കിടെക്ചർ ഇൻ ട്രാൻസ്ഫോമേഴ്സ്. അപ്പൊ ആ കണ്ടക്ച്വൽ റിലേഷൻഷിപ്പിനെ റിഫൈൻ ചെയ്യും. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫീഡ് ഫോർവേഡ് ലെയർ ആഫ്റ്റർ അറ്റൻഷൻ ഹെഡ്? അതിന്റെ ഉദ്ദേശം റിഫൈൻ ദ കണ്ടക്ച്വൽ എംബഡിങ്സ്, അതിനെ വീണ്ടും റിഫൈൻ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ന്യൂമറിക്കൽ സ്റ്റെബിലിറ്റി കമ്പ്യൂട്ടേഷനിൽ എങ്ങനെയാ കൊടുക്കുന്നത്? ബൈ സ്കെയിലിംഗ് അറ്റൻഷൻ സ്കോർസ് വിത്ത് ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ദ കീ വെക്ടർ ഡയമെൻഷൻ. അങ്ങനെയാണ് ആ ന്യൂമറിക്കൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഇനി ട്രാൻസ്ഫോമേഴ്സിലെ ടോക്കണൈസേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താ? അപ്പോൾ ടോക്കണൈസേഷൻ നമുക്കറിയാം, അത് മാനേജബിൾ യൂണിറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും, അത് പ്രോസസ് ചെയ്യും, എംബഡ് ചെയ്യും, അല്ലെ? ഇനി മൾട്ടിപ്പിൾ അറ്റൻഷൻ ഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് റിലേഷൻഷിപ്പ് വിത്തിൻ ഓർ എക്രോസ് സീക്വൻസ്. നമ്മൾ വിത്തിനും എക്രോസ് നേരത്തെ കണ്ടു, ഇവിടെ എല്ലാത്തിൻ്റെയും നോക്കും. അതാണ് മൾട്ടിപ്പിൾ അറ്റൻഷൻ ഹെഡ്സ് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫോമർ ലെയറിൽ ഒരു ഡ്രോപ്പ് ഔട്ട് ഫംഗ്ഷൻ ഉണ്ട്. ആ ഓവർ ഫിറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ചെറിയ നോട്ട്സ് ഒഴിവാക്കുമല്ലേ അതെ, ഓവർ ഫിറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യുക, തടയുക, അതാണ് ചെയ്യുന്നത്. ഹൗ ഡസ് ട്രാൻസ്ഫോമേഴ്സ് എൻകോഡർ ഡിഫർ ഫ്രം ഇറ്റ്സ് ഡീകോഡർ? The encoder focus on understanding the input. Decoder അതിന്റെ ജനറേഷനിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിനോട് സിമിലർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടു. ഇതിന്റെ ഈ ട്രാൻസ്ഫോമേഴ്സിന്റെ ഡേറ്റാ സെറ്റ് പലപ്പോഴും വിക്കിപീഡിയയും ബുക്സും വെബ് ക്രൗൾസും. വെബ് ക്രൗൾസ് എന്ന് പറഞ്ഞാൽ അറിയാലേ? അത് ഈ സെർച്ച് എഞ്ചിനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഈ സൈറ്റുകളിലെ ആ വേർഡുകളെല്ലാം അത് നോക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് അതൊരു പ്രത്യേകതരം ട്രീ സ്ട്രക്ചർ എങ്ങാണ്ടാണ്. അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ സൈറ്റുകളും ഇൻഫർമേഷൻ ഇത് വെച്ചിരിക്കുന്നത്. ഈ ഗൂഗിള്, ഓക്കെ, ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻസ്, ആ അറേഞ്ച്മെന്റിന് പറയുന്ന വെബ് ക്രോൾസ് എന്നാണ്. ഓക്കെ, അപ്പൊ വെബ് ക്രോൾസിൽ നിന്നാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് സൈറ്റിൽ കിട്ടും. ഈ ക്രോൾസിൽ ഇതെല്ലാം സെർച്ച് ചെയ്യാൻ പാകത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് സെർച്ച് എഞ്ചിൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അല്ലെങ്കിൽ ഒരു യൂസറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ആ ക്രോളിൽ നിന്ന് നോക്കിയിട്ടാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ആ അറേഞ്ചിങ് മെക്കാനിസത്തിന്റെ പേരാണ് വെബ് ക്രോൾ. അപ്പോ ആ സെർച്ച് എഞ്ചിനുകളിലെ വെബ് ക്രോൾസിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും ബുക്സിൽ നിന്നും ഒക്കെയാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് ഡേറ്റാ സെറ്റ് എടുക്കുന്നത്. ഓക്കെ, ഹലോ ഹലോ ഇതില്ലേ? ഹലോ 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 കേൾക്കുന്നില്ലേ? അത് ഇടയ്ക്ക് വിട്ടുപോയാ? ഓ, എന്റെ ഇവിടെ ഇവിടെ എന്റെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ ആണെന്ന് കാണാം. ഓക്കെ, ഓക്കെ. അപ്പോ വിക്കിപീഡിയ ബുക്സ് വെബ് ക്രോൾസ് സെർച്ച് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, ഓക്കെ അല്ലേ? ഹലോ 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 ഹലോ
കേൾക്കുന്നുണ്ടോ? ആ അതോ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. മുറിഞ്ഞു? അതൊക്കെ പറഞ്ഞൊക്കെ മുറിഞ്ഞു. ഇല്ല, മറ്റേ ഇതിപ്പോ കേട്ടിനി, വെബ് ക്രോൾ വരെ കേട്ടിനി. യെസ്. Why is attention considered critical in NLP task? Capture long range dependencies and relationships in a text. അതാണ് NLP-യിൽ അറ്റൻഷൻ ക്രിട്ടിക്കൽ. വൈ അറ്റൻഷൻ ക്രിട്ടിക്കൽ ആകുന്നത്, അല്ലെങ്കിൽ അറ്റൻഷൻ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് ആ ലോങ് റേഞ്ച്